ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകള് കേൾക്കുക, മുഖ്യമന്ത്രിയുടെ മകള് നിയമാനുസൃതമായിട്ട് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കും. അതിനാരും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോറി അല്ല, അതിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തും കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കിയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടാമെന്ന് മോഹിക്കുന്നവർക്ക് കേരളീയ സമൂഹം മറുപടി നൽകും. കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന ഈ രാഷ്ട്രീയ പകപോകലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന റെയ്ഡുകൾ. ഇത്തരം ഭീഷണികൾ കൊണ്ട് ഈ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ തളർത്താമെന്ന് ആരും കരുതേണ്ട. ഇത്തരം ഭീഷണികൾ കൊണ്ട് ഈ സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ തളർത്താമെന്ന് ആരും കരുതേണ്ട. ജനാധിപത്യരീയമായ ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ഇതൊരു അന്വേഷണമല്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ നായകനെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഇത് ജനാധിപത്യത്തിന് തന്നെ വലിയ ഭീഷണിയാകുന്നു. എന്താണ് പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടാമെന്ന് മോഹിക്കുന്നവർ ഇത്തരം ഭീഷണികൾ കൊണ്ട് ഈ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ തളർത്താമെന്ന് എന്ന് പറഞ്ഞാല് നിങ്ങൾ ആദ്യം കേട്ടത് ജോൺ ബ്രിട്ടാസിനെയാണ്. രണ്ടാമത് കേട്ടത് പാർട്ടിയുടെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിനെയാണ്. മൂന്നാമത് ഞാൻ വായിച്ച കുറിപ്പ് രണ്ടെണ്ണം അടിക്കാത്തപ്പോൾ കൈ ഇങ്ങനെ പെട്ടുപെട്ടാന്ന് വിറക്കുന്ന ശിവൻകുട്ടിയെയാണ്. ശിവൻകുട്ടിയെ ഞാൻ ഇതിൽ കുറ്റം പറയില്ല കേട്ടോ. ശിവൻകുട്ടിക്ക് ഇപ്പോൾ അധികാരമൊന്നുമില്ലല്ലോ, കസേരയൊന്നുമില്ലല്ലോ, MLA സ്ഥാനം പോലും ഇല്ല. മൂപ്പർക്ക് കൃത്യമായിട്ട് ആ കോട്ട കിട്ടുന്നില്ല. അതുകൊണ്ട് രണ്ടെണ്ണം അകത്ത് ചെല്ലാത്തതിൻ്റെ പ്രശ്നം മൂപ്പർക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ കൈവിറയല. ആ കൈവിറലിൻ്റെ ഭാഗമായിട്ട് എഴുതി വന്നപ്പോൾ മുഖ്യമന്ത്രി എന്നും സർക്കാർ എന്നും മുഖ്യമന്ത്രിയെ തളർത്താമെന്നും മുഖ്യമന്ത്രിയെ കുടുംബമെന്നൊക്കെ ആയിപ്പോയത്. അതുകൊണ്ട് അത് മൂപ്പരുടെ കൈവിറയലിൻ്റെ പ്രശ്നമാണെന്ന് നമുക്കൊരു കൺസിഡറേഷൻ കൊടുക്കാം. എന്നാൽ അടിമകള് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് മുഖ്യമന്ത്രിയോടോ? എവിടുത്തെ മുഖ്യമന്ത്രി? തോറ്റ് തുന്നം മാറിയിട്ടിരിക്കുന്ന പിണറായി വിജയനോ? ഏത് സർക്കാർ? ഞാൻ പറഞ്ഞു വരുന്നത്, എടോ അടിമകളെ സർക്കാർ മാറിയിരിക്കുന്നു. ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലോ നിങ്ങളെ കൊണ്ട്. 8 നിലയിൽ നിങ്ങളെ പരാജയപ്പെടുത്തി പിണറായി വിജയനെ ക്ലിഫ് ഹൗസിൽ നിന്ന് അടിച്ചിറക്കി താണകവെള്ളം തെളിച്ച് അവിടെ ശുദ്ധികലശം നടത്തിയിട്ടും ഇനിയും മുഖ്യമന്ത്രി എന്നോ, ഇനിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്നോ? ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. നിങ്ങളെ തോൽപ്പിച്ചതും പോരാ, നിങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങളുടെ മൈൻഡിൽ പിണറായി മുഖ്യമന്ത്രി അല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമുണ്ട് സഖാക്കളെ, വല്ലാത്ത കഷ്ടമുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? മുഖ്യമന്ത്രിയോ? എവിടുത്തെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ AKG സെന്ററിൽ മുഖ്യമന്ത്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അതായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്കോ കേരളത്തിലെ സർക്കാരിനെയോ നയിക്കുന്നത് പിണറായി വിജയനല്ല. മുഖ്യമന്ത്രി എത്ര? മുഖ്യമന്ത്രി ഏത് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രി അടിമകൾ എല്ലാവരും ഒരേ രീതി. മുഖ്യമന്ത്രി. ഞാനങ്ങനെ ആലോചിക്കുക, ഈ കൃമികീടങ്ങളാണല്ലോ പിണറായി വിജയന്റെ ഈ കൃമികീടങ്ങളാണല്ലോ ഇവരുടെ അടിമകൾക്ക് ഈ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത്. പാർട്ടി ക്ലാസ്സിൽ പോയാലും മുഖ്യമന്ത്രി പിണറായി സർക്കാർ എന്ന് തന്നെയാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അടിമകളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് തന്നെയല്ലേ ഏറ്റുപാടുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി ജോൺ ബ്രിട്ടാസും അത് തന്നെ പറയുന്നത്. ഞാൻ കരുതിയത് ഇവന്റെ തലയിൽ കുറച്ച് ആൾ താമസം ഉണ്ടെന്നാ. ഇതിപ്പോ അതുമല്ലല്ലോ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ കരുതിയത് അങ്ങനെയാ, ഒരു മാധ്യമ പ്രവർത്തകനൊക്കെ ആയിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ ആൾ താമസം ഉണ്ട് എന്ന്. പക്ഷെ ഒരു കാര്യം ബോധ്യമാണ്, എന്തൊക്കെയാണെങ്കിലും ഇവറ്റകളുടെ കൂട്ടത്തിൽ എല്ലെണ്ണും ഇതുപോലെയാ. അതിനിപ്പോൾ മാധ്യമപ്രവർത്തകനായിരുന്നവനാണെങ്കിലും ശരി, ഇനി IAS ഉപേക്ഷിച്ച് വന്നവനാണെങ്കിലും ശരി, ഏതൊക്കെ ലെവലിൽ നിന്ന് വന്നവനാണെങ്കിലും ശരി, ഇവരുടെ കൂടെ കൂടിയ അധിക കാലതാമസമൊന്നും വേണ്ട, വിത്തിൻ സെക്കൻഡ് അവൻ നല്ല ഒന്നാം തരം ക്രിമികീടാകും, നല്ല ഒന്നാം തരം അന്തം കമ്മി അടിമ. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ല പേരാ ഇവറ്റകളുടേത്. ഡൽഹിയിലെ കൂട്ടരുടെ പേരെന്താ? അന്ത് ഭക്സ്. ഇവറ്റകളുടേതോ അന്തം കമ്മി.
ഒന്ന് ഹിന്ദിയാണ്, ഒന്ന് മലയാളമാണ്, അത്രേ വ്യത്യാസമുള്ളൂ. സംഭവം രണ്ടും ഒന്നെന്നെയാ. ഒരേ 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 അർത്ഥങ്ങളൊക്കെ തന്നെയാണ്. ആ വാക്കുകൾ ഒന്ന് അന്ത് ഭക്താണ്, ഒന്ന് അന്തം കമ്മിയാണ്. രണ്ടും സെയിം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ തോറ്റ് തുന്നം പാറി നിയമസഭയിൽ ആകെ 26 അംഗങ്ങളുമായി ഇരിക്കുന്ന CPM, എന്നിട്ടും ശിവൻകുട്ടി പറയാണ് മുഖ്യമന്ത്രിയെയോ ഈ സർക്കാരിനെയോ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ പലയിടത്തും ഈ കൃമികീടങ്ങളെ സോഷ്യൽ മീഡിയയിൽ പാർട്ടിയെ ഉണർത്തി, ഉറങ്ങിക്കിടന്ന പാർട്ടിയെ നിങ്ങൾ ഉണർത്തി, ഉറങ്ങിക്കിടന്ന പാർട്ടിയെ നിങ്ങൾ ഉണർത്തി എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വലിയ വീരവാദങ്ങൾ നടത്തുന്നത് കണ്ടു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇതാണോ ഉണരല്? ഇനി ഉണർന്നിട്ടാണ് ഇവർ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവറ്റകൾ എന്തോന്ന് അടിച്ച് കയറ്റിയ സാധനം ഉണ്ടല്ലോ, അത് നമ്മളൊന്നും കാണാത്ത സാധന. മേ ബി എനിക്ക് തോന്നുന്നു വല്ല ക്യൂബയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്നോ ഒക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള കേരളം ഇന്ന് വരെ കാണാത്ത ഒരു മാരക സാധനമാണ് ഇറ്റങ്ങളെല്ലാം അടിച്ച് കയറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയോ ഈ ഹാങ് ഓവർ. ജോൺ ബ്രിട്ടാസ് പറയുന്നു മുഖ്യമന്ത്രി എന്ന്. ആര് മുഖ്യമന്ത്രി? പിണറായി വിജയനോ? പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. എടോ കൃമികീടങ്ങളെ, വി.ഡി. സതീശനും മോളുണ്ട്, ശരിയാണ്. വി.ഡി. സതീശന് ഒരു മോളുണ്ട്. വി.ഡി. സതീശന്റെ വീട്ടിലോ വി.ഡി. സതീശന്റെ മകളുടെ അക്കൗണ്ടിലേക്കോ അല്ല പണം വന്നിരിക്കുന്നത്. വി.ഡി. സതീശന്റെ വീട്ടിലല്ല, പറവൂരിലെ വീട്ടിലല്ല റെയ്ഡ് നടന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടി വീണയുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. തൈക്കണ്ടി വീണയുടെ 242 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്, ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വി.ഡി. സതീശന്റെ മകളുടെ അക്കൗണ്ടിലേക്കല്ല പണം വന്നിട്ടുള്ളത്. വി.ഡി. സതീശന്റെ മകൾക്ക് 242 അക്കൗണ്ടും ഇല്ല. പറവൂരിലെ വീട്ടിലല്ല വി.ഡി. സതീശന്റെ റെയ്ഡ് നടന്നത്. വി.ഡി. സതീശന്റെ മകൾക്ക് ബാംഗ്ലൂരിൽ ഓഫീസില്ല. വി.ഡി. സതീശന്റെ മകൾ ഈ പറയുന്ന ശശിധരൻ കർത്തയുമായിട്ട് ഒരു ബന്ധവുമില്ല. വി.ഡി. സതീശന്റെ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലാണ് വി.ഡി. സതീശൻ താമസിക്കുന്നത്. അവിടെ റെയ്ഡ് നടന്നിട്ടില്ല. പറവൂരിലെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? അടിമകളെ, എന്താ അടിച്ചു കയറ്റിയത്? കേരളത്തിനൊന്ന് പറഞ്ഞു കൊടുക്കോ ഈ അടിച്ചു കയറ്റിയ സാധനം എന്താണെന്ന്? കുറെ ആളുകൾക്ക് ഉപകാരപ്പെടും. എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, സോഴ്സ് എന്താണ്, ഏതൊക്കെയാണ് അടിച്ചു കയറ്റിയത് എന്നും പറഞ്ഞു കൊടുക്കുന്നേ. കാരണം സാധാരണക്കാരായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ കൃമികീടങ്ങളുണ്ട് ഇതൊക്കെ അടിച്ചു കയറ്റി വലിച്ചു വാരി കയറ്റിയിട്ട് നടക്കുന്നേ. അവറ്റകൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഇപ്പോൾ ജോൺ ബ്രിട്ടാസും കെ രാഗേഷും ശിവൻകുട്ടിക്ക് മറ്റേ 2 എണ്ണം വീശുന്ന പരിപാടിയായിരുന്നു. ഇപ്പം മൂപ്പര് വീശൽ നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം മണപ്പിക്കലാണ് പരിപാടി എന്നാണ് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 4 റിസൾട്ട് വന്ന് 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ പൊട്ടി അധികാരമില്ലാതെ വെറും 26 ആളുമായിട്ട് നിയമസഭയിൽ ഇരിക്കുന്ന CPM പറയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. ശിവൻകുട്ടി പിന്നെ ഫേസ്ബുക്കിൽ പറഞ്ഞതുകൊണ്ട്, ഫേസ്ബുക്ക് കുറിപ്പായതുകൊണ്ട് ശിവൻകുട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്തു സംഭവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് കൃമികീടങ്ങളാണ് ഇറ്റങ്ങൾ. ഇതിപ്പോൾ വലിയ കഷ്ടമായിട്ടുണ്ട്. ജനം 8 നിലയിൽ പരാജയപ്പെടുത്തി അടിച്ച് മൂലക്കിരുത്തിയിട്ടും പറയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇതിപ്പോൾ ബോധ്യപ്പെടുത്തുന്നതിലും എങ്ങനെയാണോ നിങ്ങളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്, പിന്നെ എന്താ വഴി? സഖാക്കൾ തന്നെ പറഞ്ഞ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ? ഇത് മനസ്സിലാക്കിപ്പിക്കാൻ നിങ്ങൾക്ക് തിരിയുന്ന ഭാഷ ഏതാ അതൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളെ നാട്ടിൽ ഇപ്പോൾ സ്കൂളിലെ ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളെന്ന് കരുത്. ഈ 50 കുട്ടികൾക്കും ടീച്ചർ പറയുന്ന കാര്യം ടീച്ചർ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടി ഉണ്ടാവും. ടീച്ചർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മനസ്സിലാവുന്ന കുട്ടി ഉണ്ടാവും. ടീച്ചർ അതേ കാര്യം 10 വട്ടം റിപ്പീറ്റ് ചെയ്താലും മനസ്സിലാവാത്ത കുട്ടി ഉണ്ടാവും. ചിലപ്പോൾ 10ാമത്തെ തവണ പറയുമ്പോൾ മനസ്സിലാവുന്ന കുട്ടി ഉണ്ടാവും. ഒരിക്കലും എത്ര തവണ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത കുട്ടി ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് സഖാക്കളെ, നിങ്ങൾ എല്ലാ രീതിയിലും 8 നിലയിൽ പൊട്ടി. ഇനി നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, കേരളം ഭരിക്കുന്നത് LDF അല്ല,
UDF ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതെങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? അത് പറഞ്ഞു തന്നാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ പറയാം. ഭാഷ ഏതാണെന്ന് പറഞ്ഞോ, ആ ഭാഷയിൽ പറയാം. ഇനി അതല്ല, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു തരണമെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂളുകളുണ്ട്, CBSE സിലബസിലുള്ള സ്കൂളുകളുണ്ട്. ഇപ്പം പുതിയതായിട്ട് കുറച്ച് വളരെ ചുരുങ്ങിയ കാലം മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന മോണ്ടിസേരി എന്ന് പറയുന്ന ഇറ്റാലിയൻ സിലബസിന് ബേസ് ചെയ്ത് പഠിക്കുന്ന സ്കൂളുകളുണ്ട്. അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അവിടെ ഈ മോണ്ടിസേരി സ്കൂളുകളിൽ പഠനം ഈ പറയുന്ന തിയറിനേക്കാളും കൂടുതൽ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം സ്കൂളുകളിൽ ആ സിലബസ് കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളിൽ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. മറ്റേത് പുസ്തകം തുറന്നു വെച്ച് അധ്യാപകൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുക, അതല്ല. ഇത് കൃത്യമായിട്ട് അവർക്ക് പ്രാക്ടിക്കലി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇത്തരം സിലബസുകൾ. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ പഠന രീതിയുണ്ടല്ലോ ഇപ്പോൾ, പഴയ പോലെ ഒന്നല്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അടിമകളെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്നത് UDF ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനാണ്. പിണറായി വിജയൻ അധികാരത്തിലില്ല. പിണറായി വിജയൻ CPM 8 നിലയിൽ പൊട്ടി. ആകെ 26 അംഗങ്ങൾ മാത്രമാണ് CPM-നുള്ളത്. ഇതൊക്കെ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം? നിങ്ങൾ പറ. എന്താണ്, ഏത് രീതിയിൽ പറയണം? ഇനി ഞാനിപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പോലെ CBSE പോലെ, CBSE-ലാകുമ്പോൾ ഫുൾ ഇംഗ്ലീഷിലാണ്. ഇനി മോണ്ടിസേരിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു രീതിയാണ്. അങ്ങനെ പല രീതിയുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങളോട് പറയേണ്ടത്? ഇപ്പം നമ്മളൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഒക്കെ ഒരു ലെവലിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മലയാളത്തിലാണ് സംസാരിക്കുന്നത്. വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ, തിയറികളൊന്നുമില്ല. സഖാക്കൾ പറ, നിങ്ങൾക്കിത് ബോധ്യപ്പെടാൻ ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്? എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. ഇപ്പം ഈ കൃമികീടങ്ങൾക്ക് സഖാക്കളെ, നിങ്ങൾ 8 നിലയിൽ പൊട്ടി. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ് എന്ന് നിങ്ങളോട് ഏത് ഭാഷയിൽ, ഏത് രീതിയിൽ, എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും? വോട്ട് ചെയ്ത് ജനം പ്രാക്ടിക്കൽ നടത്തി, അല്ലേ? ജനം വോട്ട് ചെയ്തു, അതൊരു പ്രാക്ടിക്കലായിരുന്നു. പ്രാക്ടിക്കൽ നടത്തിയിട്ട് ജനം അടിച്ച് മൂലക്കിരുത്തി. ഇനിയും പറയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് മുഖ്യമന്ത്രിയാടോ? എവിടുത്തെ മുഖ്യമന്ത്രി? എനിക്കിങ്ങനെ കലിപ്പ് ഇങ്ങനെ കയറുകയാണ്. ഇവറ്റുകൾ ഇനിയും പറഞ്ഞ് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നല്ല, മാത്രമല്ല പിണറായി വിജയനൊരു അല്ല എന്ന് നിങ്ങളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം? എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? സഖാക്കൾ തന്നെ പറ.